ഇന്നത്തെ കാലഘട്ടത്തിൽ SLC+2 ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പല ആളുകളും അത് ആ അവസരം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് SLC+2 പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ NIOS പോലുള്ള ഓഫ്ലൈൻ സംവിധാനങ്ങളുണ്ട്. പക്ഷേ പല ആളുകളും കൃത്യമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നില്ല. അത് ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു അവയർനെസ് കുറവായത് കൊണ്ടാവും. അപ്പോൾ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ SLC+2 കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ വെറും 5 സബ്ജക്റ്റുകൾ മാത്രം പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. ഇപ്പോൾ NIOS ബോർഡ്, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ സ്കൂളിംഗ് സംവിധാനമാണ് NIOS. NIOSൽ ആകെ 5 വിഷയങ്ങൾ മാത്രമാണ് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അതും ഈസി ആയി തന്നെ പഠിച്ചിട്ട് ഒരു വിദ്യാർത്ഥിക്ക് സ്കൂളുകളിൽ പോയിട്ട് പരീക്ഷ എഴുതാൻ സ്കൂളിൽ പോയിട്ട് തന്നെ പരീക്ഷ എഴുതാൻ പറ്റും. എല്ലാവർക്കും ഓഫ്ലൈനായിട്ട് പോയിട്ട് സ്കൂളിൽ പോയിട്ട് എക്സാം ഒന്നും എഴുതാൻ പറ്റണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് SLC+2 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബോസെ പോലുള്ള ബോർഡുകളുണ്ട്. അതാകുമ്പോൾ നമുക്ക് അവർക്ക് ഓൺലൈനായിട്ട് പഠിക്കാം, ഓൺലൈനിലൂടെ പരീക്ഷ എഴുതാം. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവർക്ക് ഉപരിപഠനം സാധ്യമാണ്. അതേപോലെ തന്നെ മറ്റ് UPSC എക്സാമുകൾ, പ്രൊമോഷൻ കാര്യങ്ങൾ, ഇതിനൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു PSC നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ NIOS ആണ്. അതാകുമ്പോൾ ഓഫ്ലൈൻ ഗവൺമെന്റ് ജോലികൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ആകുമ്പോൾ നമ്മുടെ NIOS ആണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം NIOS ഓഫ്ലൈൻ എക്സാമാണ്. അതൊരു ഇക്വലൻസി എക്സാമാണ്. സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു ഇക്വലൻസി എക്സാമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും അതിന് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട്. ഒരു ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും റീജിയണൽ സെൻറ്ററുകളും ഉണ്ട്. സോ അതിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ PSC UPSC പോലുള്ള എക്സാമുകൾക്ക് ഒരു തടസ്സവും വരില്ല, തുടർ പഠനത്തിന് ഒരു തടസ്സം വരില്ല. ഈവൻ നീറ്റ് എക്സാം, KIM, JEE പോലുള്ള എക്സാമൊക്കെ എഴുതാൻ NIOS അത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു ബോർഡാണ്. കാരണം സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. ബോസ് ഒരാൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ഇവർക്ക് ഒരാൾ വിദേശത്താണ് അല്ലെങ്കിൽ മറ്റ് വർക്ക് ചെയ്യാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് ഓഫ്ലൈനായിട്ട് പറ്റാൻ ഉണ്ടാവില്ല. അപ്പോൾ അത്തരക്കാർക്ക് ഓൺലൈനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അവർ ഏത് രാജ്യത്തായാലും അവർക്ക് ഓൺലൈനായിട്ട് ഇരുന്ന് എഴുതാനുള്ള ഓപ്ഷൻ ഇന്ന് നിലവിൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ അത് ആരും കൃത്യമായിട്ട് മനസ്സിലാക്കുന്നില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല, പരീക്ഷ എഴുതുന്നില്ല. ധാരാളം ആളുകൾ ഇനിയും SLC+2 കംപ്ലീറ്റ് ചെയ്യാത്തവർ ഇഷ്ടം പോലെയാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത്. സോ അവർക്കുള്ള ഒരു ഓപ്ഷനുകളാണ് ഇപ്പോൾ ഒന്നുമില്ല, ഓഫ്ലൈനായിട്ട് എഴുതാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എഴുതാം. അപ്പോൾ എജ്യുവൽ എഡ്യൂക്കേഷൻ തന്നെ ഈ സ്ഥാപനം ഒരു 15 വർഷമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ ചെയ്യുന്നത് പഠനം പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട വിദ്യാർത്ഥികൾ, തീരെ പഠിക്കാത്ത വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ഇതേപോലെ 10th +2 കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം ഇവർക്ക് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നല്ല ജോലി ലഭ്യമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇവരെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സർവീസും എജ്യുവൽ എഡ്യൂക്കേഷൻ സെൻറ്റർ നൽകുന്നുണ്ട്. അവർക്ക് വേണ്ട മെറ്റീരിയൽ നൽകുന്നുണ്ട്, അവർക്ക് വേണ്ട രജിസ്ട്രേഷൻ പ്രോസസ്സ്, അവർക്ക് വേണ്ട ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസ്സുകൾ എല്ലാം നൽകിക്കൊണ്ട് അവരുടെ വിദ്യാഭ്യാസം ഏറ്റവും ബെസ്റ്റായിട്ട് എജ്യുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിലൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവർക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. നേരിട്ട് വന്ന് അഡ്മിഷൻ എടുക്കാം, ഓൺലൈനിലൂടെ അഡ്മിഷൻ എടുക്കാം. ഈ ഓപ്ഷനൊക്കെ എജ്യുവലുണ്ട്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കണം എന്നുണ്ട്, പക്ഷെ ഭയം കാരണം ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ഈ ഭയത്തെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ്. കാരണം ഇതിൽ ഇപ്പം പല പേടി, ചിലപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതേണ്ടി വരുമോ, അങ്ങനെയൊക്കെയുള്ള ഭയമായിരിക്കും. പിന്നെ ഇയർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, അതേപോലെ കുറേ ഏജ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഭയം കാരണമാണ് അവർ പഠിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാത്തത്. NIOS സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവർ ഭയപ്പെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. സിലബസ് സിമ്പിളാണ്, ഭയപ്പെടേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഈസി ആയിട്ട് അവർക്ക് മലയാളത്തിൽ തന്നെ എക്സാം എഴുതാം. അപ്പോൾ പല ആളുകളും പിന്നോട്ട് നിൽക്കുന്നത് ഭയം കാരണമാണ്. അപ്പോൾ ഭയം മാറ്റി വെച്ചുകൊണ്ട് അവർക്ക് പരീക്ഷ എഴുതാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് എജ്യുവൽ നൽകുന്നത്. നമ്മുടെ സൈക്കോളജിസ്റ്റുകൾ അവർക്കുള്ള കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ നൽകിയിട്ടാണ് ഒരു കോഴ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് എക്സാം എഴുതാം. പ്രായം ഒരു തടസ്സമല്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ അവർക്ക് ഇത് പഠിച്ച് പരീക്ഷ എഴുതാൻ പറ്റും. അപ്പോൾ 24 hours വെറും ഒരു ഹാഫ് അവർ മാറ്റി വെച്ചാലും അവർക്ക് വളരെ ഈസി ആയിട്ട് ഇത് പഠിക്കാൻ പറ്റും. റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ, ഡെയിലി ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അവരുടെ ഒഴിവ് സമയം, അവർ ജോലി ചെയ്യുന്നവരാണ് അറിയാം. അപ്പോൾ അവരുടെ ഒഴിവ് സമയം ഉപയോഗപ്പെടുത്തി ഒരു അരമണിക്കൂറൊക്കെ ഡെയിലി പഠനത്തിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അവർക്ക് എജ്യുവലിലൂടെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അവർ ഈ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് 100% നമുക്ക് ഒരു പാസ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. കാരണം അത്രയും നല്ല കോച്ചിങ് ആണ്, നല്ല ഫാക്കൽറ്റിനെ വെച്ചിട്ടുള്ള കോച്ചിങ് ആണ് എജ്യുവൽ പ്രൊവൈഡ് ചെയ്യുന്നത്.
സോ കുറച്ച് അധിക സമയം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മികച്ച മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥികളാക്കിയിട്ട് നമുക്ക് അവരെ മാറ്റാൻ പറ്റും. ജസ്റ്റ് അഡ്മിഷൻ എടുക്കുക, ജസ്റ്റ് ഡ്രോപ്പ് ചെയ്ത് പോകുക, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർ എത്രയാണ് ഇപ്പോൾ 6 മന്ത് ആണെങ്കിൽ 6 മന്ത് കൃത്യമായിട്ട് പഠിച്ച് എജുവലിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ 100% അവർ വിജയിച്ചിരിക്കും. ഇതിലിപ്പോൾ ഇന്ന് മാർക്കറ്റിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലെ ഫീസിനെക്കാട്ടിലും ഏറ്റവും കുറവ് ഫീസാണ് നമ്മുടെ സ്ഥാപനത്തിലുള്ളത്. കാരണം ഇതൊരു സർവീസാണ്. അപ്പോൾ ഇതൊരു സർവീസാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഫീസിലാണ് കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അവരുടെ അഡ്മിഷൻ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ, അവരുടെ രജിസ്ട്രേഷൻ സംബന്ധമായ കാര്യങ്ങൾ, ട്യൂഷൻ, അവർക്ക് വേണ്ട ഓൺലൈൻ ട്യൂഷൻ, അവർക്ക് വേണ്ട മെറ്റീരിയൽ, മറ്റു മെൻറ്ററിങ് കാര്യങ്ങൾ, ഇതെല്ലാം നൽകിക്കൊണ്ടാണ് എജുവലിൽ അവരെ ഈ യാത്രയിൽ 10th + 2 കംപ്ലീറ്റ് ചെയ്യാന്നുള്ള യാത്രയിൽ പങ്കുചേരുന്നത്. അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ഫീസിലാണ് നമ്മൾ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഹൈ ക്വാളിറ്റി ക്ലാസ്സുകൾ, അതിന് വേണ്ട എല്ലാവിധ സർവീസുകളും നമ്മൾ നൽകുന്നുണ്ട്. ഇന്ന് മാർക്കറ്റിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഞങ്ങളാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റും. കാരണം റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് പുറമെ ലൈവ് ക്ലാസ്സുകൾ, അവർക്കുള്ള സ്റ്റഡി മെറ്റീരിയൽ, അവർക്കുള്ള അസൈൻമെൻറ്റ് സപ്പോർട്ട്, അവർക്കുള്ള മെൻറ്റർഷിപ്പ്, അതേപോലെ തന്നെ കൗൺസിലിങ് കാര്യങ്ങൾ, ഇതൊക്കെ നൽകിയിട്ടാണ് നമ്മൾ ഓരോ വിദ്യാർത്ഥികളെയും അവരുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുന്നത്.